തികച്ചും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം, ഐസ്, പാൽ, മോര്, നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു. ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം. VTS മിൽക്ക് പ്രൊഡക്ട്സ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. അനുഷ്ഠാന കലയായ കളമ്പാട്ട് കണ്ടും കേട്ടും അനുഭവിച്ചും കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയും സബരിയ മലയാളം ക്ലബ്ബും സംയുക്തമായാണ് വിദ്യാർത്ഥികൾക്കായി കളമ്പാട്ട് ശില്പശാല സംഘടിപ്പിച്ചത്. കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവ് കടന്നമണ്ണ ശ്രീനിവാസൻ നേതൃത്വത്തിലായിരുന്നു കളമ്പാട്ട് ശില്പശാല. അനുഷ്ഠാന കലകൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതിനായി കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയും സബരിയ മലയാളം ക്ലബ്ബും സംയുക്തമായി വർഷം തോറും വിവിധ ശില്പശാലകൾ നടത്തിവരാറുണ്ട്. ഈ വർഷം കളമ്പാട്ട് ശില്പശാലയാണ് നടത്തിയത്. കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവ് കടന്നമണ്ണ ശ്രീനിവാസൻ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. കളമ്പാട്ടിന്റെ ഐതിഹ്യങ്ങൾ, അനുഷ്ഠാന ചടങ്ങുകൾ, കളമെഴുതുന്ന രീതി, വർണ്ണപ്പൊടികളുടെ നിർമ്മാണ രീതി തുടങ്ങി വിശദമായ സ്വതോഹരണ പ്രഭാഷണവും കളമ്പാട്ടും ഉൾപ്പെടുത്തിയാണ് ശില്പശാല പൂർത്തിയാക്കിയത്. ശ്രീനിവാസന്റെ 245-ാം കളമ്പാട്ട് ശില്പശാലയ്ക്കാണ് സ്കൂൾ സാക്ഷ്യം വഹിച്ചത്. സ്കൂൾ PTA പ്രസിഡന്റ് അബ്ദുൽ അലി ശിഹാബ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പ്രഥമാധ്യാപിക R ശൈലജ വിശദീകരണം നൽകി. കളമെഴുത്ത് പാട്ടാണ്. നമ്മളിൽ കുറച്ചുപേരൊക്കെ ഇത് ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിന്റെ പിന്നിലുള്ള തത്വവും ഇതിന്റെ നിർമ്മാണ രീതിയും നമ്മളുടെ ആചാര്യൻ നമുക്ക് പറഞ്ഞു. കുട്ടികളത് സശ്രദ്ധം കേട്ടു. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഇന്ന് കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തത്. പാഠപുസ്തകങ്ങളിൽ നിന്നും ഗ്രഹിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഈ കലാരൂപം നേരിട്ട് കാണാനും ഇതിന്റെ നിർമ്മാണ രീതി കണ്ടറിയുവാനും ഈ ഒരു ഉദ്യമം വളരെയേറെ അവരെ പരിചയപ്പെടുത്താനും ഒക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. SMC ചെയർമാൻ P സജനുത്ത് അലിം, വിദ്യാരംഗം കൺവീനർ P ദീപ്തി, അധ്യാപകരായ M മണി, മലയാളം ക്ലബ്ബ് പ്രതിനിധികളായ സജിനി, നസീറ, രജിത, സ്റ്റാഫ് സെക്രട്ടറി രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്.